എല്ലാവർക്കും നമസ്കാരം. ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിന്റെ അടുത്ത കമ്പ്യൂട്ടർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആക്സസ് കൺട്രോൾസ് ആണ് ഡിസ്കസ് ചെയ്തത്. അത് നോക്കി, പിന്നെ ഇൻട്രൂഷൻ നോക്കി, പിന്നെ ആ ഇൻട്രൂഷനെ ഡിറ്റക്ട് ചെയ്യുന്ന ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം നമ്മൾ നോക്കി, അതിന്റെ പല ടൈപ്സ് നോക്കി. ഈ ടൈപ്പ് ടോപ്പിക്സ് ആണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മലീഷ്യസ് സോഫ്റ്റ്വെയർ ആണ്, അല്ലെങ്കിൽ നമുക്ക് മാൽവെയർ എന്ന് പറയാം. ഈ ഒരു ടോപ്പിക് തന്നെ നല്ല വാസ്റ്റ് ആയതുകൊണ്ട് ഒറ്റ ക്ലാസ്സിൽ ഇത് മാത്രമാണ് നോക്കുന്നത്. കാരണം ഇതിന് കുറെ ടൈപ്സും ഉണ്ട്. ഇതിന് ബേസിക്കലി കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ എണ്ണവും കൂടുതലാണ്. കാരണം ഇത് പലതും ഒന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ അത് പലതും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാൻ ചാൻസ് ഉണ്ട്. സോ നോക്കി പഠിക്കാം. ഓക്കെ, നമുക്ക് ഡയറക്റ്റ്ലി ടോപ്പിക്കിലോട്ട് പോയാൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് മലീഷ്യസ് സോഫ്റ്റ്വെയർ ആണ്. മലീഷ്യസ് സോഫ്റ്റ്വെയർ എന്താ പറയുന്നത്? മാൽവെയർ അല്ലെങ്കിൽ ഷോർട്ട് ഫോർ മലീഷ്യസ് സോഫ്റ്റ്വെയർ ഈസ് ആൻ സോഫ്റ്റ്വെയർ ഡിസൈൻ ടു ഇൻഫിൽട്രേറ്റ്, ഡാമേജ് ഓർ ഡിസേബിൾ കമ്പ്യൂട്ടർ സിസ്റ്റംസ് ആൻഡ് നെറ്റ്വർക്ക്സ്. എന്താണ് നമ്മൾ പറയുന്നത്? മാൽവെയർ. മലീഷ്യസ് സോഫ്റ്റ്വെയറിന് സിമ്പിൾ ആണ്, നമുക്ക് മാൽവെയർ എന്ന് പറയാം. എന്താണ്? ഈസ് എനി സോഫ്റ്റ്വെയർ ഡിസൈൻ ടു ഇൻഫിൽട്രേറ്റ്. അതാണ് നമ്മുടെ ഡേറ്റ ശേഖരിക്കുക. നമ്മൾ അറിയാത്തൊരു ഡേറ്റ, വേറൊരാൾ അറിയാത്തൊരു ഡേറ്റ ശേഖരിക്കുക, അല്ലെങ്കിൽ ആ ഡേറ്റയെ ഡാമേജ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിനെ ഡിസേബിൾ ചെയ്യുക. ഇതാണ് മെയിൻലി മാൽവെയറിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മാൽവെയർ അങ്ങനെയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഓക്കെ, എന്തിനാണ് ഇത് യൂസ് ചെയ്തേക്കുന്നത്? സൈബർ ക്രിമിനൽസ് യൂസ് ഇറ്റ് ടു സ്റ്റീൽ സെൻസിറ്റീവ് ഡേറ്റ. സെൻസിറ്റീവ് ആയിട്ടുള്ള ഡേറ്റ സൈബർ ക്രിമിനൽസ് തട്ടിയെടുക്കാൻ വേണ്ടി. പിന്നെ എക്സ്റ്റോർട്ട് മണി ത്രൂ റാൻസംവെയർ. റാൻസംവെയർ പോലെയുള്ള മാൽവെയർ വഴി കാശ് അടിച്ചു മാറ്റാൻ. അല്ലെങ്കിൽ എന്താണ്? ഹൈജാക്ക് ഡിവൈസ് റിസോഴ്സസ്. ഓർത്തിരിക്കുക. എന്താണ് പറയുന്നത്? സൈബർ ക്രിമിനൽസ് ഈ മാൽവെയറിന് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സെൻസിറ്റീവ് ഡേറ്റ സ്റ്റീൽ ചെയ്യാൻ, അല്ലെങ്കിൽ റാൻസംവെയർ പോലത്തെ ഒരു മാൽവെയർ സോഫ്റ്റ്വെയർ നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. അതുപോലത്തെ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് കാശ് അടിച്ചു മാറ്റാൻ, ഓർ ഹൈജാക്കിംഗ് ഡിവൈസ് റിസോഴ്സ്, ഏതെങ്കിലും ഒരു സിസ്റ്റം അല്ലെങ്കിൽ നെറ്റ്വർക്കിനെ ഹൈജാക്ക് ചെയ്തെടുക്കുക, ഫുള്ളി അവരുടെ കൺട്രോളിൽ കൊണ്ടുവരിക. ഇതാണ് മലീഷ്യസ് സോഫ്റ്റ്വെയറിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. ഇനിയും ഇതെങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ടൈപ്പ് നെറ്റ്വർക്കിൽ ഇത് ഉണ്ടെന്ന് നമ്മളിത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പറയുന്നത്? നോക്കിയേ, യുവർ ഡിവൈസ് സഡൻലി റൺസ് വെരി സ്ലോ ഓർ ഫ്രീക്വൻലി ക്രാഷസ്. നമ്മുടെ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം പെട്ടെന്ന് സ്ലോ ആവുകയാണെങ്കിലോ, അല്ലെങ്കിൽ പല പല ആപ്സ് എന്ത് ഇടുമ്പോഴോ ചിലപ്പോൾ പെട്ടെന്ന് ഇവിടുന്ന് ക്രാഷ് ആവുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഡിവൈസ് കംപ്ലീറ്റ്ലി ഓഫ് ആയി ക്രാഷ് ആവുകയാണെങ്കിൽ ഇത് അതിലൊരു മാൽവെയർ ഉണ്ടെന്ന് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് എന്താ പറയുന്നത്? അൺഎക്സ്പ്ലെയിൻഡ് ബ്രൗസർ റീഡയറക്ട് ഓർ പെർസിസ്റ്റ് പോപ്പ് ആഡ്സ് അപ്പിയർ. ഇതാണ് അൺഎക്സ്പ്ലെയിൻഡ് ബ്രൗസർ റീഡയറക്ട്സ്. ഏതെങ്കിലും ഒരു നമുക്ക് ഒരു ബ്രൗസർ എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും സൈറ്റിലോട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആപ്പിലോട്ടോ നമ്മൾ ജസ്റ്റ് അത് നോക്കുമ്പോൾ റീഡയറക്ട് ചെയ്ത് പോകും. മീൻസ് അങ്ങോട്ട് ഡയറക്ട്ലി പോകുന്നു, ഇവിടെ നിന്ന് അങ്ങോട്ട് അത് ചാടിപ്പോകുന്നു. അതിനെ വേണമെങ്കിൽ റീഡയറക്ട് എന്ന് പറയാം. ഒരു ബ്രൗസർ തന്നെ റീഡയറക്ട് ആയി പോയി. അല്ലെങ്കിൽ എന്താണ്? പെർസിസ്റ്റന്റ് പോപ്പ് ആഡ്സ് അപ്പിയർ. ഒരു നമ്മളിപ്പോൾ ചില ആപ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ജസ്റ്റ് നമ്മളത് ഡൗൺലോഡ് ബട്ടനെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് വേറൊരു ടാബിലോട്ട്, ഗൂഗിൾ ക്രോമിലാണെങ്കിൽ എവിടെയാണെങ്കിൽ പോകുന്ന കണ്ടിട്ടില്ലേ? അതൊരു ഒരു മലീഷ്യസ് സോഫ്റ്റ്വെയർ മാത്രമേ നമ്മൾ ചെയ്യുന്നത് മോസ്റ്റ്ലി ഒരു ആഡ് ആയിട്ടായിരിക്കും. അവർക്കൊരു ക്യാഷ് കിട്ടുന്ന ഒരു മെത്തേഡാണ്. അങ്ങനെ ആഡ് ആയിട്ട് പോകുന്ന ഒരു കേസും നമുക്ക് മലീഷ്യസ് സോഫ്റ്റ്വെയറിലും വരാറുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, പിന്നെന്താ പറയുന്നത്? അൺനോൺ പ്രോഗ്രാം അപ്പിയേഴ്സ് ഓൺ യുവർ കമ്പ്യൂട്ടർ ആപ്സ് സഡൻലി ക്ലോസസ്. എന്താണ്? അൺനോൺ പ്രോഗ്രാംസ് അപ്പിയർ ഓൺ യുവർ കമ്പ്യൂട്ടർ. നമുക്ക് അറിയാത്തതായിട്ടുള്ള പല പ്രോഗ്രാമും നമ്മുടെ കമ്പ്യൂട്ടറിൽ വന്ന് കിടക്കുന്ന കാണാൻ പറ്റും. അല്ലെങ്കിൽ എന്താണ്? ഓർ ആപ്സ് സഡൻലി ക്ലോസ്. പല ആപ്പുകളും തന്നെ ക്ലോസ് ആകാറുണ്ട്. ഇത് അതിന്റെ ഒരു എങ്ങനെ ഐഡന്റിഫിക്കേഷൻ ആയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ എന്താ പറയുന്നത്? ബാറ്ററി ഓർ ഡേറ്റ യൂസേജ് സ്പൈക്സ് യൂഷ്വലി അൺയൂഷ്വലി ഹൈ. ബാറ്ററി അല്ലെങ്കിൽ ഡേറ്റ യൂസേജ് സ്പൈക്സ് അൺയൂഷ്വലി ഹൈ. ബാറ്ററി ചിലപ്പം പെട്ടെന്ന് കുറയാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഡേറ്റ യൂസേജ്, നമ്മൾ ഉപയോഗിക്കുന്ന ഡേറ്റ പെട്ടെന്ന്, ഇപ്പൊ നമ്മൾ തന്നെ നമ്മുടെ ഫോണിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, 1.4 MB പെർ സെക്കൻഡ് അല്ലെങ്കിൽ 232 KB പെർ സെക്കൻഡ് ഒക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ കാണത്തില്ലേ? അതുപോലെ ഈ ഡേറ്റ യൂസേജ്, ഡേറ്റയുടെ ഉപയോഗം എന്താണ് പെട്ടെന്ന് കൂടാൻ ചാൻസ് ഉണ്ട് ഈ മലീഷ്യസ് സോഫ്റ്റ്വെയർ നമ്മുടെ ഡിവൈസിലുണ്ടെങ്കിൽ. ഇതാണ് മെയിൻലി പറയുന്നത്. ജസ്റ്റ് ഓർത്തിരിക്കുക, എപ്പോഴെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെയാണെന്നുള്ളൊരു ഐഡന്റിഫിക്കേഷന് വേണ്ടി ആഡ് ചെയ്തതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കുന്നത് ഇതിന്റെ ടൈപ്സ് ആണ്. മലീഷ്യർ സോഫ്റ്റ്വെയർ തന്നെ ഞാൻ ഇവിടെ 10 ടൈപ്സ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 10 ടൈപ്സ്. അതിലെ ഫസ്റ്റ് ആണ് വൈറസ് എന്ന് പറയുന്നത്. ഓക്കെ, വൈറസ് എന്താണ്? ഇറ്റ് ഈസ് എ മലീഷ്യസ് പ്രോഗ്രാം ദാറ്റ് അറ്റാച്ചസ് ഇറ്റ്സെൽഫ് ടു അനദർ ഫയൽ ഓർ പ്രോഗ്രാം. എന്താണ്? എ മലീഷ്യസ് പ്രോഗ്രാം ദാറ്റ് അറ്റാച്ചസ് ഇറ്റ്സെൽഫ് ടു അനദർ ഫയൽ ഓർ പ്രോഗ്രാം. ഒരു ഫയലിലോട്ടോ അല്ലെ എന്റെ പ്രോഗ്രാമിലോട്ടോ തന്നെ അറ്റാച്ച് ആവുന്ന ഒരു മലീഷ്യസ് പ്രോഗ്രാമാണ് വൈറസ് എന്ന് പറയുന്നത്. എന്താണ്? ഇറ്റ് കനോട്ട് സ്പ്രെഡ് വിത്തൗട്ട് യൂസർ ആക്ഷൻ. അത് മെയിൻ ഒരു സാധനമാണ്. ക്വസ്റ്റ്യൻസ് വരാനുള്ള ടോപ്പിക്കുമാണ്. എന്താണ്? അതൊരിക്കലും യൂസറിന്റെ ഒരു ആക്ഷൻ ഇല്ലാതെ വേറൊരു ഫയലിലോട്ടോ അല്ലെങ്കിൽ പ്രോഗ്രാമിലോട്ടോ സ്പ്രെഡ് ആവത്തില്ല, അല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ആവത്തില്ല.
ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പോയിന്റ് നോട്ട് ചെയ്യാൻ നോക്കി. വൈറസ് റിക്വയർസ് എ ഹോസ്റ്റ് പ്രോഗ്രാം. ഇപ്പൊ പറഞ്ഞ പോലെ ഒരു ഹോസ്റ്റ് പ്രോഗ്രാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ അത് നമ്മൾ അതിനെ എക്സിക്യൂട്ട് ചെയ്യാതെ ഈ വൈറസ് സ്പ്രെഡ് ആവുമോ അതിന്റെ ആക്ഷൻ എടുക്കുകയോ ഒന്നും ചെയ്യത്തില്ല. വൈറസ് അവിടെ കിടക്കും. ഒരു ഹോസ്റ്റ് വേണം. ഒരു ഹോസ്റ്റിന്റെ സഹായത്തോട് മാത്രമേ ഈ വൈറസ് സ്പ്രെഡ് ആവത്തുള്ളൂ. അതാണ് മെയിൻലി പറയുന്നത്. അതെപ്പോഴും വൈറസിന്റെയും വേമിന്റെ ഒരു നമ്മൾ പഠിക്കാൻ പോവാ. അപ്പൊ ആ ടോപ്പിക്കും വൈറസുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു മെയിൻ കാര്യമാണ് ഈ ഹോസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അത് നമുക്ക് വേം പറയുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇവിടെ എന്താണ് പറയുന്നത്? ആക്ടിവേറ്റഡ് വെൻ ഇൻഫെക്റ്റഡ് ഫയൽ ഈസ് ഓപ്പൺ. ഇപ്പൊ ഒരു ഫയലിനകത്ത് വൈറസ് ഉണ്ടെങ്കിൽ ആ ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്യാതെ, നമ്മുടെ ഒരു സഹായം ഇല്ലാതെ ആ ഫയൽ ഓപ്പൺ ആവത്തില്ലല്ലോ സ്വാഭാവികമായിട്ടും. അങ്ങനെ ഒരു ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മാത്രമേ ആ വൈറസ് അവിടെ ആക്ടിവേറ്റ് ആവത്തുള്ളൂ. അതാണ് മെയിൻലി പറയുന്നത്. പിന്നെന്താണ് പറയുന്നത്? ഇറ്റ് ക്യാൻ റെപ്ലിക്കേറ്റ് ഇറ്റ് സെൽഫ്. ഏതാണ്? അത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതിനെ വേറൊരു എന്താണ് ഒന്നൊന്നായിട്ട് ഇങ്ങനെ അത് റെപ്ലിക്കേറ്റ് ചെയ്തു പോകാൻ. പിന്നെ ഒരു ട്യൂബായിട്ട് നമുക്ക് തന്നെ എന്താ അസ്യൂം ചെയ്യാൻ പറ്റും. ഒരു ഡമ്മി മോഡലായിട്ട് നമുക്ക് വേണേൽ അസ്യൂം ചെയ്യാൻ പറ്റും. റെപ്ലിക്കേറ്റ് ചെയ്ത് പോകാൻ വേറെ ഇതായിട്ട്. അങ്ങനെ നമുക്ക് വേണേൽ എന്നെ കൺസിഡർ ചെയ്യാം. ഈ 2 പോയിന്റ് ഓർത്തിരിക്കാം. ഇതിന്റെ എക്സാമ്പിൾസ് ആണ് മെലിസ വരും, ബ്രെയിൻ വൈറസ് വരും, CIH പോലത്തെ പല ടൈപ്പ് വൈറസുകളുണ്ട്. ജസ്റ്റ് എക്സാമ്പിൾസ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്ക് ആൻസർ ചെയ്യാൻ യൂസ് ആകും. ഓക്കെ. സെക്കൻഡ് പറയുന്ന ടൈപ്പ് ആണ് വേം. വേം എന്താ പറയുന്നത്? വേം ഇസ് എ മാൽവെയർ ദാറ്റ് സ്പ്രെഡ്സ് ഓട്ടോമാറ്റിക്കലി ത്രൂ നെറ്റ്വർക്ക്സ്. എന്താണ്? നെറ്റ്വർക്ക്സ് ത്രൂ ഓട്ടോമാറ്റിക്കലി സ്പ്രെഡ് ചെയ്യുന്ന ഒരു മാൽവെയറിനെയാണ് നമുക്ക് വേം എന്ന് പറയാം. ഓക്കെ. എന്താണ്? സ്പ്രെഡ്സ് ഓട്ടോമാറ്റിക്കലി ത്രൂ നെറ്റ്വർക്ക്സ്. നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിൽ തന്നെ സ്പ്രെഡ് ആവുന്ന ഒരു മാൽവെയർ ആണ് വേം എന്ന് പറയുന്നത്. അതെന്താണ്? ഇപ്പൊ ഇതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നോക്കി എന്താ പറഞ്ഞത്? അൺലൈക്ക് വൈറസസ്, വേംസ് ഡു നോട്ട് നീഡ് എ ഹോസ്റ്റ് ഫയൽ. അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി കണ്ടപ്പോഴേ മനസ്സിലായില്ലേ? എന്താണ്? വേംസ് വൈറസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനൊരു ഹോസ്റ്റ് ഫയലിന്റെ ആവശ്യമില്ല. അതായത് ഒരു പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ഒരു സെൽഫ് ഇല്ലാതെ അത് തന്നെ ഓട്ടോമാറ്റിക്കലി സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു കഴിവ് വേമിനുണ്ട്. വൈറസിന് അങ്ങനല്ല. ഒരു ഹോസ്റ്റ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്താൽ മാത്രമേ ഒരു വൈറസ് സ്പ്രെഡ് ആവത്തുള്ളൂ. ഒരു ഫയലോ പ്രോഗ്രാം എന്ത് വേണേലും ആയിക്കോട്ടെ. പക്ഷെ വേം അങ്ങനല്ല. അതിന് ഓട്ടോമാറ്റിക്കലി സ്പ്രെഡ് ആവാൻ പറ്റത്തില്ല. വൈറസിന് ഓട്ടോമാറ്റിക്കലി സ്പ്രെഡ് ആകാൻ പറ്റത്തില്ല. വേമിന് പക്ഷെ ഓട്ടോമാറ്റിക്കലി സ്പ്രെഡ് ആകാം. ഇതാണ് മെയിൻലി പറയുന്നത്. എന്താണ് ഇവിടെ പറയുന്നത്? സെൽഫ് റെപ്ലിക്കേറ്റിംഗ്. മറ്റേത് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് റെപ്ലിക്കേറ്റ് ആയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ സെൽഫായിട്ട് റെപ്ലിക്കേറ്റിംഗ് ആവും. എന്നിട്ട് എന്താണ്? ട്രാവൽസ് ഓവർ നെറ്റ്വർക്കിൽ തന്നെ അത് ഓട്ടോമാറ്റിക്കലി ട്രാവൽ ചെയ്യാൻ പറ്റും. ഒരു പുറകിൽ നിന്ന് ഒരു സഹായം അതിന്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. എന്താണ്? കൺസ്യൂംസ് ബാൻഡ്വിഡ്ത്തിനെ അത് കൺസ്യൂം ചെയ്യുന്നത് പറയുന്നത്. പിന്നെ നെറ്റ്വർക്കിനെ സ്ലോ ചെയ്യുന്നു. ഇതും മൂന്നും വേമിനെ പറ്റിയുള്ളൊരു ക്യാരക്ടേഴ്സ്. വേം എങ്ങനെയാണെന്നുള്ളതാണ് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അതിന്റെ എക്സാമ്പിൾസ് ആണ് പറയുന്നത്. കോൺഫ്ലിക്കർ ഉണ്ട്, മോറിസ് വേം ഉണ്ട്, വാണക്രൈ. അതൊരു വേമിന്റെ ഒരു കമ്പോണന്റ് ആണ്. അതോടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക് പോയാൽ എന്താണ്? ട്രോജൻ ഹോഴ്സ് ആണ് പറയുന്നത്. ഇതും വേറെ ഒരു മലീഷ്യസ് സോഫ്റ്റ്വെയർ ആണ്. എന്താണ്? ഈ ട്രോജൻ ഈസ് എ മാൽവെയർ ഡിസ്ഗൈസ് ആസ് എ ലെജിറ്റിമേറ്റ് പ്രോഗ്രാം. ഒരു വേണമെങ്കിൽ ഒറ്റ അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫേക്ക് ആയിട്ടൊരു ആപ്പ് റിയൽ പോലെ ഇരിക്കും കണ്ടു കഴിഞ്ഞാൽ, പക്ഷെ അതൊരു മലീഷ്യസ് സോഫ്റ്റ്വെയർ ആണ്. അതിനെയാണ് ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഗൂഗിൾ ക്രോം നമ്മുടെ ലാപ്ടോപ്പിൽ ഉണ്ടെന്ന് സങ്കല്പിക്കുക. അങ്ങനെ നോക്കുമ്പോൾ ഗൂഗിൾ പോലെ തന്നെ വേറൊരു ആപ്പ് അതുപോലെ കാണും. കണ്ടു കഴിഞ്ഞാൽ ഒരുപോലെ ഇരിക്കും, വർക്കിംഗ് എല്ലാം ഒരുപോലെ ഇരിക്കും. പക്ഷെ നമ്മൾ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് എടുത്തുകൊണ്ട് പോകും. അടുത്തൊന്ന് സ്റ്റീൽ ചെയ്തുകൊണ്ട് പോകും. നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. ഒരു പ്രോപ്പർ ആയിട്ട് വേറൊരു ആപ്പിനെ റെപ്ലിക്കേറ്റ് ചെയ്ത പോലെ ഇങ്ങനെ ഇരിക്കും കണ്ടു കഴിഞ്ഞാൽ. അതുപോലെ ഇരിക്കും. പക്ഷെ അതൊരു ട്രോജൻ ഹോഴ്സ് ആണ്, ഒരു മലീഷ്യസ് സോഫ്റ്റ്വെയർ ആണ്. അതാണ് പറയുന്നത്. ഇറ്റ് ഡസ് നോട്ട് റെപ്ലിക്കേറ്റ് ഇറ്റ് സെൽഫ്. അത് തന്നെ റെപ്ലിക്കേറ്റ് ആവത്തില്ല. ചിലപ്പോൾ ഒരു യൂസറിന്റെ ഒരു ഹെൽപ്പ് വേണ്ടി വരും എന്നാണ് പറയുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ അതാ പറഞ്ഞത്, കണ്ടു കഴിഞ്ഞാൽ ജെന്യൂൻ ആയിട്ടിരിക്കും, ഒരേപോലൊക്കെ ഇരിക്കും കണ്ടു കഴിഞ്ഞാൽ. പക്ഷെ അതൊരു മലീഷ്യസ് സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ. ക്രിയേറ്റ്സ് ബാക്ക് ഡോർ. എന്താണ് ബാക്ക് ഡോർ എന്ന് പറയുമ്പോൾ ഒരു വഴി ഉണ്ടാക്കി വെക്കും ഇതിന് അകത്തോട്ട് പ്രവേശിക്കാൻ വേണ്ടി. അതാണ് ബാക്ക് ഡോർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അതിന് പാസ്വേഡ് സ്റ്റീൽ ചെയ്യാൻ പറ്റും. ഒബിയസ്ലി നമ്മൾ എന്തെങ്കിലും അതിൽ ഇതാണ് സങ്കല്പിച്ച് അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് ഡേറ്റ ഉണ്ടെങ്കിൽ അതിന് സ്റ്റീൽ ചെയ്യാൻ പറ്റും. പിന്നെ ഹാക്കേഴ്സിന് അത് ആക്സസ് കൊടുക്കാനും ഉള്ള ഒരു ഓപ്ഷൻ. അതാണ് ഈ ബാക്ക് ഡോർ ഉദ്ദേശിക്കുന്നത്. ഹാക്കേഴ്സിന് ആക്സസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അത് കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾസ് ആണ് ഒരു ഫേക്ക് ഗെയിം. ഒരു ഫേക്ക് ആയിട്ടുള്ള ഗെയിം, ഒരു വേറൊരു ഒറിജിനൽ ഗെയിം പോലെ ഫേക്ക് ആയിട്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് സ്റ്റീൽ ചെയ്തുകൊണ്ട് പോകും. പിന്നെ പറയുന്നതാണ് ഫേക്ക് ആന്റിവൈറസ്, പിന്നെ ഫേക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്. ഇതൊക്കെ ട്രോജൻ ഹോഴ്സിന്റെ എക്സാമ്പിൾസ് ആണ്. സോ മീനിങ് അറിഞ്ഞ് തന്നെ പഠിക്കുക, അല്ലെങ്കിൽ ഇതിന്റെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പാടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് പറയുന്നതാണ് റാൻസം വെയർ. റാൻസം വെയർ എന്താ പറയുന്നത്?
റാൻസംവെയർ എൻക്രിപ്റ്റ്സ് ഫയൽസ്. ഒരു ഫയൽ ഉണ്ടെങ്കിൽ അതിനെ എൻക്രിപ്റ്റ് ചെയ്യും ആൻഡ് ഡിമാൻഡ്സ് മണി ടു റീസ്റ്റോർ ദം. ഇപ്പോൾ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഫയൽ ഉണ്ടെന്ന് വെച്ചോ, റാൻസംവെയർ എന്തോ ചെയ്യും, ആ ഫയലിനെ ഫുള്ളി എൻക്രിപ്റ്റ് ചെയ്ത് എല്ലാ ഡേറ്റ അതിൽ തട്ടിയെടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അത് ഒരു ആവശ്യമുള്ള ഒരാളാണെങ്കിൽ അത് വേണം എന്നുണ്ടെങ്കിൽ കാശ് കൊടുത്താൽ മാത്രമേ തിരിച്ചു കൊടുക്കാൻ പറ്റൂ. എന്തായാലും കുറേ ഹാക്കേഴ്സും കാര്യങ്ങളും ഉണ്ട്. അപ്പം അതിന് കാശ് കൊടുത്താൽ മാത്രമേ തിരിച്ചത് കിട്ടത്തുള്ളൂ എന്നുള്ളൊരു സംഭവത്തിനാണ് റാൻസംവെയർ എന്ന് പറയുന്നത്. എന്താണ് തന്നെ, ഒരു ഫയലിൽ ആക്സസ് കിട്ടിയാൽ ഉറപ്പായിട്ട് ആ ഫയലിനെ ലോക്ക് ചെയ്യും, വേറൊരാൾക്ക് പ്രവേശിക്കാൻ പറ്റാത്ത പോലെ. പിന്നെ അതിനകത്തിലെ ഡേറ്റ എന്താണ്, അതിനെ എൻക്രിപ്റ്റ് ചെയ്തെടുക്കും. ബേസിക്കലി എന്താണ്, അതിനെ തട്ടിയെടുക്കുക എന്നുള്ളൊരു മീനിങ് ആണ് എൻക്രിപ്റ്റ് ഡേറ്റ എന്ന് പറയുന്നത്. അത് ക്രാക്ക് ചെയ്തെടുക്കുന്നു എന്ന് വേണേൽ പറയാം. പിന്നെ ഷോസ് റാൻസം മെസ്സേജ്, പിന്നെ പോലെ ഒരു മെസ്സേജ് അതിൽ കൊടുക്കും ലാസ്റ്റ്. എന്താണ്, നിങ്ങൾക്ക് ഇത് വേണം എന്നുണ്ടെങ്കിൽ ഇത്ര മണി പേ ചെയ്യുക, ഞങ്ങൾ തിരിച്ചു തരാം എന്നുള്ളൊരു മീനിങ് ആണ്. അതിന്റെ എക്സാമ്പിൾസ് ആണ് വാണക്രൈ, പെറ്റിയ, ലോക്കി പോലത്തെ അത് റാൻസംവെയർ അറ്റാക്സ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അതൊക്കെ. ഓക്കെ, നെക്സ്റ്റ് ആണ് ആഡ്വെയർ എന്ന് പറയുന്നത്. എന്താണ്, ആ വാക്കിൽ തന്നെ ഉണ്ട് ആഡ്വെയർ. നോക്കി, സോഫ്റ്റ്വെയർ ദാറ്റ് ഓട്ടോമാറ്റിക്കലി ഡിസ്പ്ലേസ് അൺവാണ്ടഡ് അഡ്വർടൈസ്മെന്റ്സ്. അതെ, ആഡ് നമ്മൾ പറയുന്നതല്ല, എന്താണ്, സോഫ്റ്റ്വെയർ ദാറ്റ് ഓട്ടോമാറ്റിക്കലി ഡിസ്പ്ലേസ് അൺവാണ്ടഡ് അഡ്വർടൈസ്മെന്റ്സ്. അതെന്താണ്, ആവശ്യമില്ലാത്ത അഡ്വർടൈസ്മെന്റ്സ് ഓട്ടോമാറ്റിക്കലി അതിനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു എന്നാണ് ആഡ്വെയർ നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയേ. പോപ്പപ്പ് ആഡ്സ് നമുക്ക് പറഞ്ഞാണ് അഡ്വർടൈസ്മെന്റ്സ് ആണ്, അപ്പോൾ ഓട്ടോമാറ്റിക്കലി അഡ്വർടൈസ്മെന്റ്സ് അത് ഡിസ്പ്ലേ ആവുമെന്ന് കാണിക്കുന്നു. നെക്സ്റ്റ് ആണ് ബ്രൗസർ റീഡയറക്ട്സ്. ഇപ്പൊ നമ്മൾ മുന്നേ പറഞ്ഞില്ലേ, അതുപോലെ ബ്രൗസർ തന്നെ ഈ ആഡ്സിലോട്ടൊക്കെ തന്നെ റീഡയറക്ട് ചെയ്യും. ഒരു മാൽവെയർ ഉണ്ടെന്നാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സ്ലോസ് കമ്പ്യൂട്ടർ, ഒബ്വിയസ്ലി കമ്പ്യൂട്ടറിനെ സ്ലോ ആക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ ഡയറക്റ്റ്ലി കുറേ തവണ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കമ്പ്യൂട്ടർ ഉറപ്പായിട്ട് സ്ലോ ആവുന്നു. പിന്നെ യൂഷ്വലി ലെസ് ഡേഞ്ചറസ് ദാൻ സ്പൈവെയർ. സ്പൈവെയറിനേക്കാളും ലെസ് ഡേഞ്ചറസ് ആണ്. സ്പൈവെയർ നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സ്പൈവെയർ ആണ്. എന്താണ് പറഞ്ഞത്, സ്പൈവെയർ സീക്രട്ട്ലി മോണിറ്റേഴ്സ് യൂസർ ആക്ടിവിറ്റീസ് ആൻഡ് കളക്ട് സെൻസിറ്റീവ് ഡേറ്റ. ഒരു യൂസർ അവരുടെ കമ്പ്യൂട്ടറോ നെറ്റ്വർക്ക് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ അവരറിയാതെ മോണിറ്റർ ചെയ്യുന്നു, എന്നിട്ട് സെൻസിറ്റീവ് ഡേറ്റ കളക്ട് ചെയ്യുന്ന ആ ഒരു മലീഷ്യസ് സോഫ്റ്റ്വെയറിനെയാണ് സ്പൈവെയർ എന്ന് പറയുന്നത്. എന്താ ഇവിടെ പറയുന്നത്, അത് റൺ സീക്രട്ട്ലി. അതെ, സീക്രട്ട്ലി മോണിറ്റർ ചെയ്യുവാന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് അവരറിയാതായിരിക്കും റൺ ചെയ്യുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ. പിന്നെന്താ പറയുന്നത്, വെരി ഡിഫിക്കൽട്ട് ടു ഡിറ്റക്ട്. അതെ, അത് അറിയാതെ ചെയ്യുമ്പോൾ ഡിറ്റക്ട് ചെയ്യാനും പാടല്ലേ. ചിലപ്പോൾ ഡിറ്റക്ട് ചെയ്യാൻ വളരെ ടൈം ലേറ്റ് ആകുമായിരിക്കും. അങ്ങനെ ചെയ്യുമ്പോഴത്തേന് ഉള്ളിൽ എല്ലാ ഡേറ്റയും ചിലപ്പം അവർ തട്ടിക്കൊണ്ട് പോയി എന്ന് വരും. അങ്ങനത്തെ ഒരു സംഭവമാണ് സ്പൈവെയർ എന്ന് പറയുന്നത്. അതെന്താ ഇവിടെ പറയുന്നത്, ഇറ്റ് ക്യാൻ കളക്ട് പാസ്വേഡ്സ്. അതെ, നമ്മൾ അറിയുന്നതിന് മുന്നേ ആയിരിക്കും ചിലപ്പോൾ പാസ്വേഡ് എല്ലാം കൊണ്ടുപോകുന്നത്. അപ്പോൾ പാസ്വേഡ് നമ്മുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോകാൻ പറ്റും. ബ്രൗസിംഗ് ഹിസ്റ്ററി, നമ്മൾ എന്തൊക്കെയാണ് ബ്രൗസ് ചെയ്തെങ്കിൽ അതിന്റെ ഹിസ്റ്ററി കൊണ്ടുപോകാൻ പറ്റും. കീബോർഡ് ആക്ടിവിറ്റി, കീബോർഡ് എന്തൊക്കെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് അതുവരെ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ബാങ്കിങ് ഇൻഫർമേഷൻ, അത് സ്വാഭാവികമായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ബാങ്ക് ഡീറ്റെയിൽസ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതും കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ ഈ കീബോർഡ് ആക്ടിവിറ്റിയുടെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ കീ ലോഗർ എന്ന് പറയുന്നത്. അതൊരു സ്പൈവെയറിന്റെ കേസിൽ വരും. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നുണ്ട്. അതിന്റെ എക്സാമ്പിൾ ആണ് സ്പൈവെയറിന്റെ കീ ലോഗർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് കീ ലോഗർ. ഇപ്പൊ പറഞ്ഞ എക്സാമ്പിൾ എന്താ പറയുന്നത്, റെക്കോർഡ്സ് എവരി കീ പ്രസ്ഡ് ഓൺ ദ കീബോർഡ്. അതെ, ഏതൊക്കെ കീ നമ്മൾ കീബോർഡിൽ പ്രസ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു മലീഷ്യസ് സോഫ്റ്റ്വെയർ ആണ് കീ ലോഗർ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറയാം. അതിന്റെ എന്താണ് നമ്മളോട് പറഞ്ഞത്, സ്റ്റീൽസ് പാസ്വേഡ്. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ പാസ്വേഡ് ഒബ്വിയസ്ലി നമ്മൾ ടൈപ്പ് ചെയ്യുന്ന അവിടെ കാണുമല്ലോ. നമ്മൾ എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് കറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്തിട്ടല്ലേ നമ്മൾ എൻ്റർ കൊടുക്കുമ്പോൾ ഇവിടെ ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ കറക്റ്റ് പാസ്വേഡ് അവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞല്ലേ അതിനെ സ്റ്റീൽ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. പിന്നെ ക്രെഡിറ്റ് കാർഡ് നമ്പേഴ്സ്, അത് നമ്മൾ എവിടെയെങ്കിലും നമ്മൾ നെറ്റ് ബാങ്കിങ് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് നമ്പർ നമുക്ക് ടൈപ്പ് ചെയ്തില്ലേ, അപ്പോൾ ഈ ഒരു മലീഷ്യസ് സോഫ്റ്റ്വെയർ ബാക്ക്ഗ്രൗണ്ട് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ആ മൂവ്മെന്റ്സ് ട്രാക്ക് ചെയ്യാൻ പറ്റും. അതെ, പിന്നെ പറഞ്ഞാണ് ബാങ്കിങ് ഡീറ്റെയിൽസ്. അതേപോലെ ഇപ്പോൾ പറഞ്ഞ നെറ്റ് ബാങ്കിങ് പോലത്തെ കേസുകൾ നമ്മൾ എന്തെങ്കിലും ബാങ്ക് പരമായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അതും സ്റ്റീൽ ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. ഓക്കെ, പിന്നെ അതാണ് ഇവിടെ പറയുന്നത് യൂഷ്വലി കൺസിഡർ ആസ് എ ടൈപ്പ് ഓഫ് സ്പൈവെയർ. സ്പൈവെയറിന്റെ ഒരു ടൈപ്പ് ആയിട്ട് വേണമെങ്കിൽ ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ആണ് റൂട്ട് കിറ്റ് എന്ന് പറയുന്നത്. നോക്കുക, റൂട്ട് കിറ്റ് എന്താ പറയുന്നത്, ഇറ്റ് ഹൈഡ്സ് മാൽവെയർ ഫ്രം യൂസേഴ്സ് ആൻഡ് ആന്റിവൈറസ് സോഫ്റ്റ്വെയർ. എന്താണ്, മാൽവെയറിനെ യൂസറിൽ നിന്നും പലതരത്തിലെ ആന്റിവൈറസ് സോഫ്റ്റ്വെയറിൽ നിന്നും ഹൈഡ് ചെയ്ത് കാണിക്കുന്നതാണ് റൂട്ട് കിറ്റ് എന്ന് പറയുന്നത്. അവർ സെർച്ച് ചെയ്യുമ്പോൾ ഇത് കാണാനേ പറ്റത്തില്ല. ആ ഒരു മലീഷ്യസ് സോഫ്റ്റ്വെയറിനാണ് റൂട്ട് കിറ്റ് എന്ന് പറയുന്നത്. എന്താണ്, ഇറ്റ് ഹൈഡ്സ് ഫയൽസ്. ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഹൈഡ് ചെയ്ത് കഴിയുമ്പോൾ അതിന് ഫയൽസും ഹൈഡ് ചെയ്യാൻ പറ്റുമല്ലോ, അപ്പൊ അതും അറിയുന്നില്ലല്ലോ. ഹൈഡ്സ് പ്രോസസ്, എന്തെങ്കിലും പ്രോസസ്സ് കൊണ്ടുണ്ടെങ്കിൽ അതും ഹൈഡ് ചെയ്യും. പിന്നെ ഗിവ്സ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രിവിലേജസ്. നമ്മൾ ഈ റൺ ആസ് ആൻ അഡ്മിനിസ്ട്രേറ്റർ പലയിടത്തും നിങ്ങൾ മൊബൈലിലാണെങ്കിലും ഇതിനാണെങ്കിലും കണ്ടിട്ടുണ്ട്. അത് മെയിൻ ആ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ ഒരു PC-ക്ക് അതിന് ആക്സസ് കൊടുക്കുന്ന ഇതിനാണ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. അപ്പം ആ ഗിവ്സ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രിവിലേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ റൺ ചെയ്യാനുള്ള ആ ഒരു പ്രിവിലേജ് കൊടുക്കുക എന്നുള്ള മീനിങ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതെന്താണ്, വെരി ഡിഫിക്കൽട്ട് റിമൂവ്. അതൊരു മെയിൻ സംഭവമാണ്. എന്താണ്,
ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ ഇത് വന്നു കഴിഞ്ഞാൽ അതിനെ റിമൂവ് ചെയ്ത് കളയാൻ പാടാണെന്നാണ് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ കമ്പ്യൂട്ടറെ ഫുള്ള് ഇത് ചെയ്യുക, റീസെറ്റ് ചെയ്യുക എന്നുള്ള ഓപ്ഷനാണ് പിന്നെ അവൈലബിൾ ഉള്ളത്. കാരണം മൊത്തം അന്നേരം പോയി കഴിയും. നമ്മുടെ എന്തെങ്കിലും ഡേറ്റയും കാര്യങ്ങളുണ്ടെങ്കിൽ മൊത്തം അതിന് കൂടെ പോകും. നമ്മൾ പിന്നെ റിട്രീവ് ചെയ്തൊന്നും എടുക്കാൻ പറ്റത്തില്ല. പക്ഷെ ഈ റൂട്ട് കിറ്റ് പോലത്തെ കളയണം എന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി റീസെറ്റിംഗ് ഓപ്ഷൻസ് ആയിരിക്കും ബെസ്റ്റ് ആയിട്ടുള്ളത്. കാരണം ഇത് കണ്ടുപിടിക്കാൻ പാടായതുകൊണ്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ബോട്ടാണ്. ബോട്ട് എന്താ പറയുന്നത്? ആൻ ഇൻഫെക്റ്റഡ് കമ്പ്യൂട്ടർ കൺട്രോൾഡ് റിമോട്ട്ലി ബൈ ഹാക്കേഴ്സ്. അതെ, ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടറിനെ ഹാക്കേഴ്സ് വഴി കൺട്രോൾ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ബോട്ട് എന്ന് പറയുന്നത്. അതെ, ആ ഒരു കളക്ഷൻ ഓഫ് ബോട്ട്സ് കാണും ഇതിനകത്ത്. ആ ഒരു കളക്ഷൻ ഓഫ് ബോട്ട്സിനെയാണ് ബോട്ട്നെറ്റ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക. പിന്നെ ഈ ബോട്ട്നെറ്റ് അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് ബോട്ട്സിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു അറ്റാക്കർ കാണുമല്ലോ. ഉറപ്പായിട്ടും ഹാക്കേഴ്സ് അല്ലെങ്കിൽ അറ്റാക്കേഴ്സ് ആണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു അറ്റാക്കറിനെ വിളിക്കുന്ന പേരാണ് ബോട്ട് മാസ്റ്റർ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്ക് ആൻസർ ചെയ്യാൻ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അതിനാണ് ബോട്ട് മാസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കളക്ഷൻ ഓഫ് ബോട്ട്സിനെ ബോട്ട്നെറ്റ് എന്ന് പറയും. ഈ കളക്ഷൻ ഓഫ് ബോട്ട്സ് എന്ന് പറഞ്ഞാൽ കുറെ നെറ്റ്വർക്ക്സ് അല്ലെങ്കിൽ കുറെ PCs ഉള്ള സംഭവമാണ്. അതാണ് ബോട്ട്നെറ്റ് എന്ന് പറയുന്നത്. ആ ഒരു കളക്ഷൻ ഓഫ് ബോട്ട്നെറ്റ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു അറ്റാക്കറിനെയാണ് ബോട്ട് മാസ്റ്റർ എന്ന് പറയുന്നത്. ഇത്രയും ഓർത്തിരിക്കുക. അതിന്റെ ഇതാണ് ക്യാരക്ടറിസ്റ്റിക് ആണ് യൂസ് ഫോർ ഡേറ്റ തെഫ്റ്റ്. ഡേറ്റ തെഫ്റ്റിന് വേണ്ടി അത് യൂസ് ചെയ്യാൻ പറ്റും. ഇമെയിൽസ് സ്പാം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ക്രിപ്റ്റോ കറൻസി മൈനിങ്ങിലും അത് യൂസ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് ബോട്ട്സിന്റെ ഇത് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് ആണ് നമുക്ക് ലോജിക് ബോംബ് ഉള്ളത്. നോക്കുക, എന്താണ്? മലീഷ്യസ് കോഡ് ആക്ടിവേറ്റഡ് ഓൺലി വെൻ എ സ്പെസിഫിക് കണ്ടീഷൻ ഒക്കേഴ്സ്. എന്താണ് മലീഷ്യസ് ആയിട്ടുള്ള ഒരു കോഡ്? അതെന്താണ്? ഒരു സ്പെസിഫിക് കണ്ടീഷൻ ആവശ്യമുള്ളപ്പോൾ മാത്രം, അല്ലെങ്കിൽ ആ കണ്ടീഷൻ മീറ്റ് ചെയ്യുമ്പോൾ, അതിന്റെ ആ ആവശ്യം വന്നു കഴിയുമ്പോൾ മാത്രം ഒരു ആക്ടിവേറ്റ് ആവുന്ന ഒരു മലീഷ്യസ് സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ ലോജിക് ബോംബ് എന്ന് പറയുന്നത്. ഓക്കെ, ആക്ടിവേറ്റ് ഓൺലി വെൻ എ സ്പെസിഫിക് കണ്ടീഷൻ ഒക്കേഴ്സ്. ഓക്കെ, ഓർത്തിരിക്കുക. എന്താണ്? ടൈം ബേസ്ഡ് ഓർ ഇവന്റ് ബേസ്ഡ്. അതെ, ഒരു സ്പെസിഫിക് കണ്ടീഷൻ, ടൈം ഒരു സ്പെസിഫിക് നമ്മൾ കൊടുത്താലേ അത് ആ ടൈം വരുമ്പോഴെന്നല്ലേ നമ്മൾ പറയത്തില്ലേ. അപ്പോൾ ഒരു ടൈം ബേസ്ഡ് ഇവന്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഒരു ഇവന്റ് ബേസ്ഡ് എന്തെങ്കിലും ഒരു ഡേറ്റിനുള്ളിലോ അത് എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിൽ, അന്നേരം ഒരു സ്പെസിഫിക് കണ്ടീഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അന്നേരം ആക്ടിവേറ്റ് ആവുന്ന ഒരു കോഡിനെയാണ് ലോജിക് ബോംബ് എന്ന് പറയുന്നത്. നോക്കിയിരിക്കുക. പിന്നെ യൂസ് ഫോർ സാബോട്ടാജ്, സാബോട്ടേജിങ് പർപ്പസസിന് വേണ്ടി, എന്തെങ്കിലും കംപ്ലീറ്റ്ലി ഇല്ലാണ്ടാക്കാൻ വേണ്ടി, ഫുള്ളി കളയാൻ വേണ്ടി, അതാണ് സാബോട്ടാജ് എന്ന് പറയുന്നത്. അപ്പൊ അന്നേരവും നമുക്ക് എന്താണ് ലോജിക് ബോംബിനെ യൂസ് ചെയ്യുന്ന ഇത് ടൈം കൊടുത്ത ഒരു ടൈം ബോംബ് പോലെ എന്ന് പറയും. അതാണ് ലോജിക് ബോംബ്. ഒരു ടൈം കൊടുക്കുമ്പോൾ അത് കംപ്ലീറ്റ്ലി അതിനെ നശിപ്പിക്കുക എന്നൊരു മീനിങ് സാബോട്ടാജ് എന്ന് പറയും. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ ആണ് എന്താണ്? ഡിലീറ്റ് ഫയൽസ് ഓഫ് ജാനുവരി. ഒരു ഡേറ്റ് കൊടുക്കുന്നു, ആ ഒരു ഡേറ്റ് കൊടുക്കുന്ന സമയത്ത് അതിലെ ഫയൽസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു എംപ്ലോയി അക്കൗണ്ട് എന്നിട്ട് ഡിലീറ്റ് ചെയ്യുന്നു ആ ഒരു ഡേറ്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിലോ. അങ്ങനെ ഒരു പർപ്പസിന് വേണ്ടി നമുക്ക് ലോജിക് ബോംബ് യൂസ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട മലീഷ്യസ് സോഫ്റ്റ്വെയറിന്റെ ടൈപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നോക്കേണ്ടത് എങ്ങനെയാണ് യൂഷ്വലി മലീഷ്യസ് സോഫ്റ്റ്വെയർ സ്പ്രെഡ് ചെയ്യുന്നതെന്നുള്ളതാണ്. കോമൺ ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്ന മെത്തേഡ്സ് എന്ന് പറയുന്ന ഒന്നാണ് ഇമെയിൽ അറ്റാച്ച്മെന്റ്സ് വഴി അത് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. ഫേക്ക് വെബ്സൈറ്റ്സ്, ഈ വെബ്സൈറ്റിൽ എന്തെങ്കിലും കയറി ടാപ്പ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ഡൗൺലോഡ് ചെയ്ത് അത് കയറി ടാപ്പ് ചെയ്യുമ്പോഴോ ഇന്ന പോലെ മലീഷ്യസ് സോഫ്റ്റ്വെയർ പലതും സ്പ്രെഡ് ആവാൻ പറ്റും. USB ഡ്രൈവ്സ് കോമൺ ആയിട്ട് വരുന്ന ഒരു ഇതാണ് വൈറസസ് ഒക്കെ കൂടുതൽ വരുന്നത് USB ഡ്രൈവ്സ് വഴിയാണ്. കാരണം അന്നേരം നമ്മൾ കൊടുക്കുന്നു, എന്തെങ്കിലും നമ്മൾ അധികം ചെയ്യുമ്പോഴായിരിക്കും. അപ്പോൾ ഒബ്വിയസ്ലി എന്താണ്, ഒരു ഹോസ്റ്റ് പ്രോഗ്രാം വഴി എന്തെങ്കിലും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് വൈറസ് വരുന്നത്. നമ്മൾ പഠിച്ചു. അപ്പോൾ USB ഡ്രൈവ്സ് വഴിയാണ് അതും സ്വാഭാവികമായിട്ട് വരുന്നത്. പിന്നെ ഫിഷിംഗ് ലിങ്ക്സ് അത് പറയാൻ വേണ്ടിയാണ് ഫിഷിംഗ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് സിലബസിൽ അത് എടുത്ത് പറഞ്ഞിട്ടില്ല, പക്ഷെ ഫിഷിംഗ് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. എന്താണ് ഫിഷിംഗ്? ഇസ് എ സൈബർ അറ്റാക്ക്. ഓക്കെ, ഒരു സൈബർ അറ്റാക്ക് ആണ് ഇൻ വിച്ച് ആൻ അറ്റാക്കർ പ്രിറ്റൻസ് ടു ബി എ ട്രസ്റ്റഡ് പേഴ്സൺ. നമ്മൾ ഫിഷിംഗ് മുന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. എന്താണ്? ആൻ അറ്റാക്കർ പ്രിറ്റൻസ് ടു ബി എ ട്രസ്റ്റഡ് പേഴ്സൺ ഓർ ഓർഗനൈസേഷൻ ടു ട്രിക്ക് യൂസേഴ്സ് ഇൻ ടു റിവീലിംഗ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ. അതെ, എന്താണ്? ഇപ്പൊ ഒരു നമുക്കൊരു ഫോൺ കോൾ വരും, ഇന്നപോലെ ഞാൻ ഇന്നപോലെ പോലീസുകാരനാണ്, അല്ലെ വേറെ എന്തെങ്കിലും ഒരു ലോയർ ആണോ, അല്ലെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇന്നപോലെ ഞാൻ ഇന്ന സാധനം വെച്ചിട്ടുണ്ട്, അത് ഇന്നപോലെ ഞങ്ങൾക്ക് നശിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തിരിച്ചു തരണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ ഇത്ര കാശ് തരിക, അല്ലെങ്കിൽ എന്താണ് ഒരു യൂസറിനെ ട്രിക്ക് ചെയ്ത് ക്യാഷ് അടിച്ചു മാറ്റുന്ന ആ ഒരു സൈബർ അറ്റാക്കിനെയാണ് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഫിഷിംഗ് എന്ന് പറയാം. ഓക്കെ, അത് ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കുന്നത് വെച്ചാൽ ഫിഷിംഗ് എന്താണ്? ഫിഷിംഗ് ഒരു മാൽവെയർ ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ എന്നായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഫിഷിംഗ് ഒരിക്കലും ഒരു മലീഷ്യസ് സോഫ്റ്റ്വെയർ അല്ല, അത് ആലോചിക്കുക. അതൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്ക് ആണ്. നമ്മളായിട്ട് ഡിസൈൻ ചെയ്യുന്ന ഒരു അറ്റാക്ക് അല്ലേ. ഒരാൾ കോൾ ചെയ്തിട്ട് ഇന്ന പോലെ ഇതുണ്ട്, അല്ലെങ്കിൽ ഒരു ഫേക്ക് ഇമെയിൽ അയച്ചിട്ട് ഇന്ന പോലെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു സാധനമാണ്. ഒരു മാൽവെയർ എന്ന് പറയാൻ പറ്റത്തില്ല. അതാ, പക്ഷെ ഫിഷിംഗിൽ ഒരു കാര്യമുണ്ട്, അത് പറയാൻ പോകുന്നത്. അതൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്ക് ആണ്, ഓർത്തിരിക്കുക. എന്താണ് പറയുന്നത്? ഒരു ഫിഷിംഗ് നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഫേക്ക് ഇമെയിൽ അയക്കുമ്പോൾ എന്താണ്, ഫിഷിംഗ് ഇമെയിൽ മേ കണ്ടെയ്ൻ, അതിനകത്ത് ഒരു മലീഷ്യസ് അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ എന്ത് വേണേലും ആയിരിക്കും. ഒരു വൈറസ് ആയിരിക്കും, ഒരു ട്രോജൻ ഹോഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ റാൻസം വെയർ, എന്തെങ്കിലും അതിനകത്ത് കാണാം അത് അയക്കുന്ന സമയത്ത്.
അതിനകത്തൊരു മെയിലിനകത്തൊരു എന്തെങ്കിലും ഒരു ലിങ്ക് ആയിട്ട് വേണേൽ അയക്കാം, ഒരു ഡൗൺലോഡബിൾ ആപ്പായിട്ട് വേണേൽ അയക്കാം. അതാണ് ഇവിടെ മെയിൻലി പറയുന്നത്, ലിങ്ക് ദാറ്റ് ക്യാൻ ഡൗൺലോഡ് മാൽവെയർ. ഈ മെയിലിനകത്തോ അല്ലെങ്കിൽ എന്ത് സംഭവം ആയിക്കോട്ടെ, അതിങ്ങനെ അയക്കുന്നതിനകത്ത് ഒരു മലീഷ്യസ് സോഫ്റ്റ്വെയർ ഉണ്ടാകും. അങ്ങനെയാണ് ഫിഷിംഗ് മലീഷ്യസ് സോഫ്റ്റ്വെയർ നമ്മൾ കണക്ട് ചെയ്യുന്നത്. അതിനാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തത്. ഫിഷിങ്ങിനെ പറ്റി ഒരു ബേസിക് ഐഡിയ ആണ്, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. A malicious program attaches itself to an executable file, okay, and starts spreading only when the file is opened. Okay. നോക്കിയേ, എന്താണ് itself to an executable file, ഒരു എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഫയൽ ആണ്. ആൻഡ് സ്റ്റാർട്ട് സ്പ്രെഡിങ് only when the file is opened. അപ്പൊ നോക്കിയേ, ആ ഫയലിനെ ഓപ്പൺ ചെയ്തപ്പോൾ മാത്രമാണ് അത് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ നമ്മുടെ ഒരു നമ്മളാണ് അതിനെ ഓപ്പൺ ചെയ്തത്, അല്ലെങ്കിൽ നമ്മളാണ് അതിനെ ഹോസ്റ്റ്, ആ ഒരു പ്രോഗ്രാമിനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്തെങ്കിൽ അന്നേരത്തെ ആ മാൽവെയർ എന്താണ്? അപ്പൊ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തു, എന്താണ്? വൈറസ് ആണ്. കാരണം എന്താണ്? വൈറസ് ഒരു ഹോസ്റ്റ് പ്രോഗ്രാം ഇല്ലാണ്ട് അതിന് ഒരിക്കലും സ്പ്രെഡ് ചെയ്യാൻ പറ്റത്തില്ല. അത് എക്സിക്യൂട്ട് ചെയ്യാതെ അതൊരിക്കലും സ്പ്രെഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ ഓപ്പൺ ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതെന്താണ്? വൈറസ് ആയിട്ട് വരത്തുള്ളൂ അവിടുത്തെ മാൽവെയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ പറയുന്നത്? A malware spreads automatically from one computer to another without user interaction. ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറൊരു കമ്പ്യൂട്ടറിലോട്ട്, അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിൽ നിന്ന് വേറൊരു നെറ്റ്വർക്കിലോട്ട് ഒരു യൂസർ ഇന്ററാക്ഷൻ ഇല്ലാതെ ഒരു മാൽവെയർ എന്താണ് സ്പ്രെഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതൊരിക്കലും എന്താണ്? വൈറസ് അല്ല. അതെന്താണ്? വേമിന്റെ കേസിൽ വരും. നമ്മൾ പറഞ്ഞു, വേമിന്റെയും വൈറസിന്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? വേമിന് ഒരിക്കലും ഒരു ഹോസ്റ്റ് പ്രോഗ്രാമിന്റെ ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കലി നെറ്റ്വർക്ക് എന്താണ് സ്പ്രെഡ് ആകും എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? വാട്ട് ഇസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ വൈറസ് ആൻഡ് വേം? നമ്മളിപ്പോൾ പറഞ്ഞ പോലെ വൈറസിന്റെയും വേമിന്റെയും മെയിൻ ഡിഫറൻസ് എന്താണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത്? ഒരു വേമിന് ഹോസ്റ്റ് പ്രോഗ്രാമിന്റെ ആവശ്യമില്ല, ഒരു വൈറസിനാണ് ആവശ്യമുള്ളത്. അപ്പം എന്താണ് ഇവിടാണ് ശരിയാണ്. ഓപ്ഷൻസ് നോക്കുക. വൈറസ് ഡസ് നോട്ട് റിക്വയർ എ ഹോസ്റ്റ് പ്രോഗ്രാം ആണ്. വൈറസ് സ്പ്രെഡ്സ് ഓട്ടോമാറ്റിക്കലി, ആക്ച്വലി തെറ്റല്ലേ. വൈറസിന് എന്താണ് എപ്പോഴും ഒരു ഹോസ്റ്റ് പ്രോഗ്രാമിന്റെ ആവശ്യമുണ്ട്. ഓക്കെ, അത് ഓർത്തിരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ അബൌട്ട് എ ട്രോജൻ ഹോഴ്സ് ഇസ് കറക്റ്റ്? ഞാൻ അതായത് ട്രൂ എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ. വിച്ച് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് എ ട്രോജൻ ഹോഴ്സ് ഇസ് കറക്റ്റ്? ഇതിനകത്തിൽ ഏതാണ് ട്രോജൻ ഹോഴ്സുമായിട്ട് മാച്ച് ചെയ്യുന്നത് ചോദിച്ചേക്കുന്നത്? ഇറ്റ് റെപ്ലിക്കേറ്റ്സ് ഇറ്റ്സെൽഫ് ഓട്ടോമാറ്റിക്കലി, അല്ല. ഇറ്റ് ഡിസ്ക്രൈബ്സ് ഇറ്റ്സെൽഫ് ആസ് എ ലെജിറ്റിമേറ്റ് സോഫ്റ്റ്വെയർ, അതെ. നമ്മൾ പറഞ്ഞതാണ്, ഫേക്ക് ആയിട്ടുള്ള ഒരു ഗെയിം അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡൗൺലോഡബിൾ സോഫ്റ്റ്വെയർ ആണെങ്കിൽ അതെന്താണ്? അതുപോലെ തന്നെ പക്കയായിട്ട് കണ്ടായിരിക്കും, പക്ഷെ അതല്ല, അതൊരു മലീഷ്യസ് സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ട്രോജൻ ഹോഴ്സ് ആണ്. അതാണ് ഡിസ്കൈസസ് ഇറ്റ്സെൽഫ് ആസ് എ ലെജിറ്റിമേറ്റ് സോഫ്റ്റ്വെയർ, അതാണ് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്? വിച്ച് മാൽവെയർ എൻക്രിപ്റ്റ്സ് ഫയൽസ് ആൻഡ് ഡിമാൻഡ്സ് പേയ്മെന്റ് ടു റിസ്റ്റോർ ദം? അതെ, നമ്മൾ പറഞ്ഞായിരുന്നു, അതെന്താണ്? റാൻസം വെയർ ആണ്. അതിന്റെ ഡെഫിനേഷൻ ഏതാണ്? എന്ത്? ഒരു ഫയലിനെ അത് എൻക്രിപ്റ്റ് ചെയ്യുന്നു, അതിന്റെ ഡേറ്റ നമ്മൾ അതിനകത്ത് പ്രവേശിച്ചിട്ട് ആ ഡേറ്റയെ സ്റ്റോർ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന് സ്റ്റീൽ ചെയ്ത് കൊണ്ടുപോകുന്നു. എന്നിട്ട് എന്താണ്? അത് തിരിച്ചു വേണമെന്നുണ്ടെങ്കിൽ അതിന് പേയ്മെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മണി അതിന് ഡിമാൻഡ് ചെയ്യുന്നു. ആ പ്രോസസ്സിനെയാണ് നമ്മൾ, ആ ഒരു മലീഷ്യസ് അറ്റാക്കിനെയാണ് നമ്മൾ റാൻസം വെയർ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് നോക്കുക. സിക്സ് ക്വസ്റ്റ്യൻ പറയുന്നത്, എ പ്രോഗ്രാം റിപ്പീറ്റഡ്ലി ഡിസ്പ്ലേസ് അൺവാണ്ടഡ് അഡ്വർടൈസ്മെന്റ് ആൻഡ് ബ്രൗസർ പോപ്പപ്സ്. എന്താണ്? എ പ്രോഗ്രാം റിപ്പീറ്റഡ്ലി ഡിസ്പ്ലേസ് അൺവാണ്ടഡ് അഡ്വർടൈസ്മെന്റ്. അവിടെ നമുക്ക് ആൻസർ വന്നത് അഡ്വർടൈസ്മെന്റ്സ് മെയിൻലി വന്നു കഴിഞ്ഞാൽ എവിടെയാണ്? അത് ആഡ്വെയറിലാണ് വരുന്നത്. ഓക്കെ. ആൻഡ് ബ്രൗസർ പോപ്പപ്സ്, ഇതേപോലെ ബ്രൗസറിനകത്ത് തന്നെ അതിന് പോപ്പപ്പ് ആയി വരുന്നു എന്ന് പറയുന്നത്. അപ്പൊ അത് ഏത് മാൽവെയർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഡ്വെയർ ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് മാൽവെയർ സീക്രറ്റ്ലി കളക്ട്സ് പാസ്വേഡ് ആൻഡ് ബ്രൗസിംഗ് ഹിസ്റ്ററി? ഏതാണ്? ഒരു സീക്രറ്റ്ലി പാസ്വേഡും കളക്ട് ചെയ്യുന്നു, ബ്രൗസിംഗ് ഹിസ്റ്ററി ഒക്കെ കളക്ട് ചെയ്യുന്നു. നമ്മളിതവിടെ പറഞ്ഞായിരുന്നു, ഏതാണ്? സ്പൈവെയർ ആണ്. നോക്കാം, അതാണ്. പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റരുത്, നോക്കി നോക്കി തന്നെ പഠിക്കുക. സ്പൈവെയർ ആണ് എന്താണ്? സീക്രറ്റ്ലി കളക്ട്സ് പാസ്വേഡ്സ് ആൻഡ് ബ്രൗസിംഗ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? എ സൈബർ ക്രിമിനൽ സ്റ്റീൽസ് ബാങ്കിങ് പാസ്വേഡ്സ് ബൈ റെക്കോർഡിംഗ് കീബോർഡ് ഇൻപുട്ട്. ഒരു കീബോർഡ് ഇൻപുട്ടിനെ റെക്കോർഡ് ചെയ്ത് എന്താണ്? ബാങ്കിങ് പാസ്വേഡിനെ സ്റ്റീൽ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഏത് മാൽവെയർ ആ യൂസ് ചെയ്തേക്കുന്നത് ചോദിച്ചാൽ നമ്മൾ സ്പൈവെയറിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് കീ ലോഗർ പഠിച്ചിട്ടുണ്ട്. അപ്പൊ കീ ലോഗർ എന്താണ്? കീബോർഡ് മൂവ്മെന്റ്സ്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ലാപ്ടോപ്പ് പി സിയിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിനുള്ള സംഭവമാണ് കീ ലോഗറിൽ നമ്മൾ പഠിച്ചത്. അപ്പൊ ഒരു കീബോർഡ് ഇൻപുട്ട് റെക്കോർഡ് ചെയ്തൊരു സൈബർ ക്രിമിനൽ ബാങ്കിങ് പാസ്വേഡ് സ്റ്റീൽ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും കീ ലോഗറിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്കത് വരത്തുള്ളൂ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് മാൽവെയർ ഹൈഡ്സ് ഇറ്റ്സെൽഫ് ഫ്രം യൂസർ ആൻഡ് ആന്റിവൈറസ് സോഫ്റ്റ്വെയർ? എന്താണ്? യൂസറിൽ നിന്നും ആന്റിവൈറസ് സോഫ്റ്റ്വെയറിൽ നിന്ന് ഏത് മാൽവെയർ ആണ് അതിനെ ഹൈഡ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നതാണ് പറഞ്ഞത്. അതെന്താണ്? റൂട്ട് കിറ്റ് അല്ലേ? നമ്മളിത് പറഞ്ഞായിരുന്നു, ഒരു ഇത് ആന്റിവൈറസ് സോഫ്റ്റ്വെയറിൽ നിന്നും യൂസറിൽ നിന്നും അത് ഹൈഡ് ചെയ്ത് അതിനെ കണ്ടുപിടിക്കാനേ പ്രയാസമാണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. അത് റൂട്ട് കിറ്റിന്റെ കേസിലാണ് വരുന്നത്. ഓക്കെ.
നെക്സ്റ്റ് നോക്കുക, an infected computer remotely controlled by hacker is called. അത് നമ്മൾ ഡെഫിനിഷനായിട്ട് പഠിച്ചാണ് എന്തിന്റെ, ബോട്ടിന്റെ കേസിലാണ്. എന്താണ് ബോട്ട്നെറ്റ് നമ്മൾ പറഞ്ഞത്, കളക്ഷൻ ഓഫ് ഇതിനെ ബോട്ട്നെറ്റ് എന്ന് നമ്മൾ പറയും. ആ ഒരു അറ്റാക്കിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ ബോട്ട്, ഇത് നമ്മൾ എന്താണ് പറഞ്ഞത്, ആ ഒരു അറ്റാക്കറിന് നമ്മൾ ഇത് പറഞ്ഞായിരുന്നല്ലോ, അതാണ് ബോട്ട് മാസ്റ്റർ, അതാണ് മറന്നുപോയിരുന്നു. ആ ഒരു അറ്റാക്കിനെ ഈ ബോട്ട്നെറ്റ് അല്ലെങ്കിൽ ചേർന്ന് അല്ലെങ്കിൽ ബോട്ട് ചേർന്നിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യുന്ന അറ്റാക്കിനെ, ആ ഒരു അറ്റാക്കറിനെ നമ്മൾ എന്താണ് ബോട്ട് മാസ്റ്റർ എന്ന് പറയുന്നത്. ഇതും ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 11th ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, എ മലീഷ്യസ് പ്രോഗ്രാം ആക്ടിവേറ്റ്സ് ഒൺലി വെൻ എ പർട്ടിക്കുലർ ഇവന്റ് ഒക്കേഴ്സ്. എന്താണ് ഒരു മലീഷ്യസ് പ്രോഗ്രാം ആക്ടിവേറ്റ്സ് ഒൺലി വെൻ എ പർട്ടിക്കുലർ ഇവന്റ് ഒക്കേഴ്സ്. നമ്മൾ ജനുവരി 1 കേസൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, ഒരു ഇവന്റ് നടക്കും, ഒരു ടൈം ബേസ്ഡ് അല്ലെങ്കിൽ ഒരു ഇവന്റ് ബേസ്ഡ് എന്തെങ്കിലും കാര്യം നടക്കുമ്പോൾ ഒരു മലീഷ്യസ് പ്രോഗ്രാമിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന കേസ് നമ്മൾ എന്താണ് ലോജിക് ബോംബിന്റെ കേസിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഫിഷിംഗ് ഈസ് പ്രൈമർലി ക്ലാസിഫൈഡ് ആസ്. ഫിഷിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഏത് ടൈപ്പ് ഓഫ് ഇതാണെന്ന് ചോദിച്ചു. നമ്മളപ്പം ഞാൻ അന്നേരം പറഞ്ഞത് ഇതൊരിക്കലും ഒരു മലീഷ്യസ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ മാൽവെയർ അല്ല. ഫിഷിംഗ് എന്താണ്, ഒരു മാൽവെയർ അല്ല, എപ്പോഴും ഓർത്തിരിക്കേണ്ട കേസാണ്. അതൊരു മാൽവെയർ അല്ല, ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്ക് ആണ് എന്താണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. അതിനകത്ത് അയക്കുന്ന ഒരു മെയില് ചിലപ്പോൾ മാൽവെയർ എന്തെങ്കിലും കാണാം, അത് മാത്രമേ എപ്പോഴും ഓർത്തിരിക്കും. ഫിഷിംഗ് അങ്ങനെയാണ് മാൽവെയറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, എ ഫിഷിംഗ് ഇമെയിൽ മേ കണ്ടെയ്ൻ. എന്താണ് ഒരു ഫിഷിംഗിനകത്തേക്ക് ഒരു ഇമെയിൽ അയച്ചു, ഒരു ഫിഷിംഗ് ത്രൂ ഒരു ഇമെയിൽ അയച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്, മലീഷ്യസ് അറ്റാച്ച്മെന്റ് അത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതെ, മലീഷ്യസ് ഡൗൺലോഡബിൾ ലിങ്ക്, അത് ശരിയാണ്. ഒരു ലിങ്ക് തന്നാൽ അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിന് ആ ഒരു മലീഷ്യസ് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ ഇവിടെ രണ്ടും വരുന്ന കേസ് ആയതുകൊണ്ട് നമുക്ക് സി ഓപ്ഷൻ ബോത്ത് എ ആൻഡ് ബി നമുക്ക് ചൂസ് ചെയ്യാം. കാരണം മലീഷ്യസ് അറ്റാച്ച്മെന്റും വരാറുണ്ട്, അല്ലെങ്കിൽ ഒരു ലിങ്കും വരുന്നത്. അപ്പൊ ആ രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുന്നതെന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ബോത്ത് എ ആൻഡ് ബി ആണ് വരുന്നത്. സോ ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. മലീഷ്യസ് സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ ഒരു വലിയ ടോപ്പിക്, കുറെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന, കാരണം എങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് അറിയത്തില്ല. അങ്ങനെ മലീഷ്യസ് സോഫ്റ്റ്വെയറിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സോ അത്രയും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് അതിന്റെ ടൈപ്സ് പഠിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതിന്റെ ആ ഒരു ക്വസ്റ്റ്യൻസ് ഇനി നമ്മൾ റിവിഷൻ ക്ലാസ്സസ് വരുമ്പോൾ ഇതിന്റെ കുറെ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്ത് നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സോ അടുത്ത ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിനയൽ ഓഫ് സർവീസ് അങ്ങനെ എന്തോ ആയിരുന്നു നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുവരെ നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. സോ അണ്ടിൽ ദെൻ ബൈ ബൈ.